ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഇൻകുട്ടൻ്റെ ചോറൂണിനാട്ടോ പോണത്. അപ്പോൾ KSRTCയിലാണ് പോകണമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ രാവിലെ ട്രെയിന് വന്നതാണ്. അപ്പോൾ ട്രെയിൻ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ KSRTC രക്ഷ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോകണം. എങ്ങോട്ടാന്ന് പറയാം, നിലമ്പൂരോട്ടാണ്. അപ്പോൾ ഇൻകുട്ടൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇൻകുട്ടൻ്റെ ചോറൂണ്. അപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ്. അതിന് ശേഷം നമ്മൾ വീട്ടിൽ വെച്ചിട്ടും കൊടുക്കുക. ഇനി അങ്ങോട്ട് ഇൻകുട്ടന് ചോറൂണിൻ്റെ നാളുകൾ. അപ്പോൾ ആ അമ്പലമൊക്കെ വന്ന് നല്ല വൈബായിരുന്നു കേട്ടോ. അമ്പലം നമ്മളെ പണ്ടത്തെ എന്തൊക്കെയോ ഓർമ്മ അതിലിങ്ങനെ വരുത്തും ചെറുപ്പകാലങ്ങളിൽ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായ ഈ പാത്രത്തിലിരിക്കുന്ന താമരമുട്ടുകളുണ്ടല്ലോ, അത് നല്ല രസമുണ്ട്. അപ്പോൾ ഓരോ ബക്കറ്റിലും ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ താമരമുട്ടുകൾ ഇങ്ങനെ ഉണ്ട്. ഇത് വെള്ളയാണ് തോന്നുന്നത്, റോസല്ല. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ചുറ്റുപാടും ഒന്ന് ഇതിങ്ങനെ നമ്മൾ വലം വെക്കുമല്ലോ നടത്തിയപ്പോൾ നല്ല അടിപൊളി, നല്ല പ്രത്യേക രസമുണ്ട്. ഇത് അമ്പലത്തിൻ്റെ ബാക്കിലാണ് കേട്ടോ. ഇത് ഏതാ പുഴ നമുക്കറിയില്ല, അതനി ആറാണോ എന്ന് എനിക്കറിയില്ലേ. അപ്പോൾ അതാ വീട്ടിൽ വെച്ചിരുതാ ഇൻകുട്ടന് ചോറ് കൊടുക്കുന്നുണ്ട്. ഇൻകുട്ടൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട് ഇതെന്താണ് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ ടേസ്റ്റ് അറിയാം കേട്ടോ ചോറിൻ്റെ ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ എല്ലാം പുറത്തുനിന്ന് നമ്മൾ ഫുഡ് ഏൽപ്പിച്ചേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ടിന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടിയിട്ടൊക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എൻ്റെ അമ്മ എന്ത് ചെയ്ത് കുഞ്ഞിക്കൊരു ഗിഫ്റ്റ് പോലെ ഒന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നുമല്ല, ഇൻകുട്ടൻ്റെ 6 മാസം വരെയുള്ള ഓരോ സ്റ്റേജുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇൻകുട്ടൻ്റെ അമ്മ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇഷ്ടമായി ഇങ്കൂനെന്നല്ല, എല്ലാവർക്കും ഇഷ്ടമായി. അതിനുശേഷം നമ്മളൊരു കേക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ച്, ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കേക്കല്ലേ സന്തോഷം. അപ്പോൾ ഇങ്ങോട്ടൊക്കെ കൂടി കേക്ക് മുറിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കഴിപ്പിച്ചിട്ടില്ല, കാരണം അതിൽ മുട്ട ഉള്ളത് കാരണം. നമ്മൾ ചോറൂണൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ മുട്ടയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാൻ നന്ദുവിൻ്റെയും ഡോട്ടുവിൻ്റെ ഒക്കെ അടുത്ത് ഇങ്ങോട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോസാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ ആണ്. ഇൻകുട്ടൻ്റെ ചോറൂണ് കഴിഞ്ഞു. ഇനി അടുത്ത ഇൻകുട്ടൻ്റെ ചോറൂണിൻ്റെ വീഡിയോസായിട്ട് വരാം കേട്ടോ.